നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതവുമില്ല. സർ, പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആക്ഷേപം. ഇവിടെ കുറച്ച് പഴയ കണക്കുകൾ കൂടി നോക്കാം. ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന 3 വർഷത്തെ ആകെ മൂലധന ചെലവ് 16,049 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിലെ കിഫ്ബിയിലൂടെ മാത്രമുള്ള മൂലധന ചെലവ് ഇതിലധികമാണ്. 17,857 കോടി രൂപയാണ് ബജറ്റിന് പുറമെ കഴിഞ്ഞ 3 വർഷത്തിൽ കിഫ്ബിയിലൂടെ മാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയത്. ഈ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 3 വർഷത്തിലെ മൂലധന ചെലവ് മാത്രം എടുക്കുക, അത് 41,773 കോടി രൂപയാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിനേക്കാൾ 2.6 മടങ്ങാണ് എന്നതാണ് വാസ്തവം. ഇനി സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഒരുമിച്ച് കണക്കാക്കിയാൽ ഇത് കഴിഞ്ഞ 3 വർഷത്തിൽ 59,630 കോടി രൂപയാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിൻ്റെ 3.72 മടങ്ങ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള മൂലധന ചെലവ് ബജറ്റിലൂടെ ഉയർത്തുന്നതിന് പുറമെ കിഫ്ബിയിലൂടെയും കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയത്. കിഫ്ബിയുടെ മസാല ബോണ്ടും AFD മുഖേന കൊച്ചി മെട്രോ സമാഹരിച്ച വായ്പയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ പ്രതിപക്ഷ നേതാവിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ വിഷയം സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിശദമായ വിവരങ്ങൾ സഭയിൽ സമർപ്പിക്കപ്പെട്ടുള്ളതുമാണ്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാവാം. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഫ്രഞ്ച് കമ്പനിയായ AFDയിൽ നിന്നും എടുത്ത വായ്പയെ കിഫ്ബിയുടെ മസാല ബോണ്ടുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. അഥവാ അതിന് ശ്രമിക്കുന്നെങ്കിൽ അതിനു മുൻപ് US ഡോളറിലോ യൂറോയിലോ ഉള്ള വായ്പയെ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കിയുള്ള മസാല ബോണ്ടിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. സർ, ഇത് പരിശോധിച്ചാൽ കാണുക, അന്ന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കിഫ്ബിക്ക് വിദേശ ധനകാര്യ വിപണിയിൽ നിന്ന് പണം ലഭിച്ചത്. കിഫ്ബിയുടെ ബോണ്ടിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും തന്നെയില്ല. എന്നാൽ കൊച്ചി മെട്രോയുടെ AFD വായ്പയിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്. കരാർ പ്രകാരം ഈ തുക കേരള സർക്കാർ വഹിക്കേണ്ടതുമാണ്. കിഫ്ബിയിലെ CAG ഓഡിറ്റ് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരാക്ഷേപം. CAG ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 101 ആവർത്തിച്ച ഇല്ലാ കഥയാണ് ഇത്തവണയും പ്രതിപക്ഷ നേതാവിൻ്റെ നാവിൽ നിന്ന് വന്നത്. കിഫ്ബിയിൽ CNAG ഓഡിറ്റ് നടക്കുന്നില്ല, അത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം. തികച്ചും വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണിത്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റ് എന്ന വിഷയം ഈ സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല എന്ന സത്യം ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമോന്നത ഓഡിറ്റിംഗ് സ്ഥാപനമെന്ന നിലയിൽ CNAGക്ക് കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം DPC ആക്ട് സെക്ഷൻ 14 നൽകുന്നുണ്ട്. സത്യം ഇതാണ്. ഇതിരിക്കെ കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് CNAGയെ സർക്കാർ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അനാവശ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഫ്ബിയിൽ പൂർണ്ണമായ CNAG ഓഡിറ്റിങ്ങിന് സർക്കാർ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യവുമാണ്. കിഫ്ബിയിൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം CNAGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. CNAG ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്,
കൺകറൻറ്റ് ഓഡിറ്റ് തുടങ്ങിയ ഓഡിറ്റുകളൊക്കെ കിഫ്ബിയിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്.